കാക്കളീലയ കലാ കുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. വേദാന്ത സൂത്രം എന്ന ഗുരുവിൻ്റെ സൂത്രകൃതിയുടെ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ക്ലാസ് ആമുഖമായിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് കൃതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, ഇത് കുറച്ച് ദാർശനികമായ സ്വഭാവമുള്ളൊരു കൃതിയാണ്. ഓരോ വാക്കുകൾക്കും അനവധി അർത്ഥതലങ്ങളുണ്ട്. കാരണം സൂത്രവാക്കുകളാണ്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വേദത്തിൽ നിന്ന് നമുക്ക് എന്ത് സാരമാണോ ഒരു മനുഷ്യ ജീവിതത്തിൽ കരഗതമാക്കേണ്ടത്, ആ സത്തിനെ നമുക്ക് എടുക്കാൻ സാധിക്കണം. നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം എന്തെല്ലാം ഭൗതിക ജീവിത സുഖഭോഗങ്ങളിൽ നമ്മൾ മുഴുകി ജീവിച്ചാലും ഇതൊന്നും നമ്മളുടെ ജീവിതത്തിന്റെ സാർത്ഥകതയ്ക്ക് ഉപകരിക്കുന്നില്ല. ഈ ആധ്യാത്മികമായ ജ്ഞാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ജന്മാന്തരങ്ങളിലേക്കും കൂടി അതിൻ്റെ ആ ഒരു ശുദ്ധതയിലേക്ക് വരുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ആധ്യാത്മിക സാധന ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ശ്രവണം തുടരുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഭാരതത്തിന്റെ അധ്യാത്മശാസ്ത്രങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊരു വിവരണം, വളരെ ലഘു പ്രൈമറി തലത്തിലുള്ള കുറച്ച് വിവരങ്ങൾ നമ്മൾ 2 ക്ലാസ്സുകളിലൂടെ പറഞ്ഞു. ഇന്ന് നമുക്ക് വേദാന്ത സൂത്രം, നമ്മൾ പറഞ്ഞു സൂത്ര രൂപത്തിലുള്ള ഒരു രചനാശൈലി, ഒരു പ്രത്യേകമായിട്ടുള്ള വേദ കാലഘട്ടത്തിന് ശേഷം, ഉപനിഷത്ത് കാലഘട്ടത്തിന് ശേഷം തുടങ്ങിയ ഒരു ശൈലിയാണത്. ഓർമ്മിച്ച് എടുക്കുന്നതിനും വേദതത്വങ്ങളെ വലിയ ചെറിയ സൂത്രങ്ങളിലാക്കി വെച്ചാൽ അത് പിന്നീട് ഓർമ്മിച്ചെടുക്കുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ എളുപ്പമായിട്ടുള്ള രീതിയിലുള്ള ഒരു ശൈലിയാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ സൂത്രത്തിന്റെ ലക്ഷണം? എന്താണ് സൂത്രം? സൂത്രം എന്ന വാക്കിന് നൂലെന്നർത്ഥാണ്. ഇപ്പൊ ഇവിടെ സൂത്രേ മണിഗണ ഇവ എന്ന് പറയും. ഒരു സൂത്രത്തിലെ മുത്തുമണികൾ പോലെ, ഒരു നൂലിലെ മുത്തുമണികൾ പോലെ ഒരു മനുഷ്യ ജീവിതത്തിൽ അറിയേണ്ട തത്വങ്ങളെ 24 രത്നങ്ങളെ ഗുരു കോർത്ത് തന്നിരിക്കുക നമുക്ക്. അപ്പൊ അതിലൂടെ പോവാൻ നമ്മളുടെ മനസ്സിനെ, ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സൂത്രം എന്നതിന് നിർവചനം: അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത് വിശ്വതോ മുഖം അസ്തോഭമനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു. ഇതാണ് സൂത്രത്തിന്റെ നിർവചനം. അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത് വിശ്വതോ മുഖം അസ്തോഭം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു. അപ്പോ നമ്മൾ തിരുക്കുറളിൽ കുറൾ ചെറിയ വാക്കുകളിലായി, വരികളിലായി തന്നിരിക്കുന്ന ആശയത്തില് തന്നെയാണ് ഇവിടെയും. അല്പാക്ഷരം എന്ന വാക്കിനർത്ഥം കുറച്ച് അക്ഷരങ്ങളോട് കൂടിയത്. അസന്ദിഗ്ധം, സന്ദിഗ്ധം എന്ന് പറഞ്ഞ സംശയം, അസന്ദിഗ്ധം എന്ന് പറഞ്ഞ എന്ന സംശയം, അസംശയം എന്ന് പറയാറില്ല. എന്ന സന്ദിഗ്ധം അസന്ദിഗ്ധം, സംശയരഹിതമായത്. ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം ഇതായിരിക്കുമോ അതായിരിക്കുമോ എന്നൊരു സംശയം വരാത്ത രീതിയിലുള്ള ഒരു പദപ്രയോഗം. അപ്പൊ അസന്ദിഗ്ധം, സംശയമില്ലാത്തത്, സംശയരഹിതമായത്. അടുത്തത് സാരവത്ത്. അതിൽ പരത്തി ഒന്നും പറയുന്നില്ല, എന്താണോ പറയേണ്ടത് അത് മാത്രം. സാരം എന്ന് പറഞ്ഞാൽ എന്താ? കാതലായിട്ടുള്ള കാര്യം മാത്രം പറയുന്ന, സാരം മാത്രം ഉൾക്കൊള്ളുന്ന എന്നർത്ഥം. സമ്പൂർണമായ അതിന്റെ സത്ത് മാത്രം ഉൾക്കൊള്ളുന്ന. ഇനി മറ്റൊരു നിർവചനമാണ്, മറ്റൊരു സ്വഭാവമാണ് അതിന്റെ വിശ്വതോ മുഖം. വിശ്വതോ മുഖം എന്ന് പറഞ്ഞാൽ സാർവലൗകികമായ അർത്ഥമാണ്, എല്ലാവർക്കും സ്വീകാര്യമായ അർത്ഥം. അവിടെ ഒന്നിന്റെ വിഭാഗീയതയില്ല, സർവസ്വീകാര്യമായ ഒരർത്ഥം എന്ന് പറയാം. അതായത് എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന,
സാർവലൗകികമായ ഒരർത്ഥം എന്നാണ് വിശ്വതോമുഖം എന്നതിന്റെ അർത്ഥം. അടുത്തത് അസ്തോഭം. അതില് സ്തോഭമുള്ള ഒരു പദം പോലും ഉണ്ടാവില്ല, നിരർത്ഥകമായ ഒരു പദം പോലും ഉണ്ടാവില്ല. സൂത്രരചനയുടെ പ്രത്യേകതയാണ് നിരർത്ഥകമായ ഒരു പദം പോലും ഉണ്ടാവില്ല. അടുത്തത് അനവദ്യം. അവദ്യം എന്ന് പറഞ്ഞാൽ തെറ്റുള്ളത്, അനവദ്യം എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തത്, ഒരു തെറ്റുമേ ഇല്ല, അതിനൊരു ദോഷമേ പറയാൻ ആർക്കും പറ്റില്ല, അതാണ് അനവദ്യം. ഇതിനൊക്കെയാണ് സൂത്രം. സൂത്രമെന്ന് സൂത്രവിദോ, സൂത്രവിദ എന്ന് പറഞ്ഞ സൂത്രം വിദന്തി ഇതി സൂത്രവിദ്, തസ്യ സൂത്രവിദ, സൂത്രം അറിയുന്നവർ, അതായത് ഈ സൂത്രരൂപത്തിലുള്ള രചനകളുടെ ആ ലക്ഷണത്തെക്കുറിച്ച് അറിയുന്നവർ വിദുഹു പറയുന്നു. സൂത്രവിദോ വിദുഹു. ഇപ്പൊ എന്തൊക്കെയാണ്? അല്പാക്ഷരം, അല്പാക്ഷരത്തോട് കൂടിയത്, പിന്നെ അസന്ദിഗ്ധം സംശയരഹിതമായിട്ടുള്ളത്, സാരവത്ത് സത്ത് മാത്രം, സാരം മാത്രമായിട്ടുള്ളത്, അതിനെന്താണോ എടുക്കേണ്ടത് അത് മാത്രമായിട്ടുള്ളത്, വിശ്വതോമുഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള സർവലൗകികമായിട്ടുള്ളത്, അസ്തോഭം എന്ന് പറഞ്ഞാൽ സ്തോഭമില്ലാത്തത്, നിരർത്ഥകമായിട്ട് ഒരു പദം പോലും ഇല്ലാത്തത്, തടസ്സമില്ലാത്തത് എന്നൊക്കെ പറയാം, തടസ്സമില്ലാത്തത്, അനവദ്യം, അനവദ്യം എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തത്, തെറ്റില്ലാത്തത്, സൂത്രം സൂത്രവിദോ വിദുഹു. അപ്പൊ നമ്മള് ഇതാണ് സൂത്രത്തിന്റെ ലക്ഷണം. സൂത്രകാരനായ ഗുരുവിനെ, ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. വ്യാസന് ശേഷം, യുഗങ്ങൾക്ക് ശേഷം അല്ലെ, യുഗങ്ങൾക്ക് ശേഷം നമ്മള് വേദത്തെ സൂത്രരൂപത്തിൽ എഴുതിയ മറ്റൊരു ഋഷിയെ, ആ ഋഷിയുടെ രചനയെ പരിചയപ്പെടാൻ പോവുകയാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഗുരുവിന്റെ അത്ഭുതാവഹമായ സംഗ്രഹണ ശക്തിയും, അങ്ങനെ സംഗ്രഹിച്ചെഴുതാനുള്ള ഒരു കൂടുതൽ നോളജ് ഉള്ളവർക്ക് മാത്രമേ ഒരു കാര്യം പരത്തി പറയാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ അതിന്റെ സത്ത് മാത്രം എടുത്ത് ഇങ്ങോട്ട് പറയൂ എന്ന് പറയുമ്പോൾ അത് അത്ഭുതാവഹമായ ആന്തരികമായ കഴിവുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചുരുക്കിയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഗുരുവിന്റെ ആ അത്ഭുതാവഹമായിട്ടുള്ള അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സംഗ്രഹണ ശക്തിയും അതുപോലെ തന്നെ പ്രതിപാദന ശൈലിയുമൊക്കെ തെളിയിക്കുന്ന ഒരു ദിവ്യമായ രചനയാണിത് അല്ലെ. ഇപ്പോ നടരാജഗുരു പറയുന്ന പോലെ ലോകം മുഴുവനും, ഈ ലോകത്ത് മുഴുവനും സഞ്ചരിച്ചു, അനേകം പണ്ഡിതന്മാരുമായും ശാസ്ത്രകാരന്മാരുമായും എല്ലാം സംവദിക്കുകയും ആശയങ്ങൾ പരസ്പരം അറിയുകയും വിനിമയം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും ഇങ്ങ് ഈ മലയാളക്കരയിലെ ഈ യാത്രയിൽ നിന്ന് എനിക്ക് ഈ മലയാളക്കരയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിൽ നിന്ന് അപ്പുറമായിട്ടൊന്നും ഇവർക്ക് പറയാനില്ല എന്നുള്ളതാണ് പണ്ഡിത ശ്രേഷ്ഠനായ ജ്ഞാനിയായ പരമജ്ഞാനിയായ നടരാജഗുരു പറഞ്ഞത് അല്ലെ. അപ്പോ ഈ ഗുരുവിന്റെ രചന വളരെ ഭക്തിയോടെ, വിശ്വാസത്തോടു കൂടി, ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഈ കൃതിയിലൂടെ നമ്മൾ നേടുന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലൂടെ നമുക്ക് ഗുരുവിന്റെ മറ്റ് കൃതികളിലൂടെയും സഞ്ചരിക്കാമെന്ന് മാത്രമല്ല, വേദാന്ത ശാസ്ത്രത്തിലെ, ഭാരതത്തിലെ അധ്യാത്മ ശാസ്ത്രങ്ങളിലെ പ്രൗഢമായ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ അർത്ഥത്തിന് ബുദ്ധിമുട്ട് നമുക്ക് വരില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ ഒരു ക്വാളിറ്റി കൂടി നമുക്ക് വേദാന്ത സൂത്രം പഠിച്ചു കഴിയുമ്പോൾ കരഗതമാകുന്നതാണ്. ഗുരുവിന്റെ കൃതികളെല്ലാം നമുക്ക് മനസ്സിലാകും. എനിക്ക് മനസ്സിലാവണില്ല എന്നൊരു പ്രശ്നം വരില്ല. അത് മാത്രമല്ല, ഇപ്പൊ രാമായണം വായിക്കുമ്പോഴും നാരായണീയം വായിക്കുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് തത്വം ഒന്ന് തന്നെയാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവും. അങ്ങനെ വിഷയം കൊണ്ടും പ്രയോജനം കൊണ്ടുമൊക്കെ സബ്ജക്റ്റ്
അതിന്റെ പ്രയോജനം കൊണ്ടും എല്ലാം ഏറ്റവും ആദരണീയമായ ഒരു രചനയാണ് ഗുരുവിന്റെ വേദാന്ത സൂത്രം. എനിക്ക് പറയാനുള്ളത്, ഭാവിയിൽ ഇതിന്റെ ഒരു ഭാഷ്യം ചമയ്ക്കേണ്ടിയിരിക്കുന്നു, നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകള് ഇതിന്റെ ആഴത്തിലുള്ള പഠനത്തിലൂടെ പോകുകയും കൂടുതൽ കൂടുതൽ ആശയങ്ങൾ വെളിപ്പെടുത്തുകയും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ബ്രഹ്മസൂത്രത്തിന്, വേദവ്യാസന്റെ ബ്രഹ്മസൂത്രത്തിന് ശങ്കരഭാഷ്യം വന്നതുപോലെ ഇതിന് ആഴത്തിലുള്ള വ്യാഖ്യാനവും ഒക്കെ ഭാഷ്യമൊക്കെ രചിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി നമ്മളിലുണ്ട്. ഇനി ആരെങ്കിലും ഇതിനൊരു ഭാഷ്യം രചിക്കാൻ പോയാൽ നമുക്ക് വാദോ പ്രതിവാദോ ദണ്ഡോ വിദണ്ഡോ ഒന്നും ഇതിലില്ല. ഒരു വാക്കിന് പകരം വെക്കാൻ ഒറ്റൊരു വാക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള അർത്ഥഘടനയോടുകൂടി, വാക്യഘടനയോടുകൂടിയാണ് ഗുരുവിന്റെ ഈ രചന നടന്നിട്ടുള്ളത്. അപ്പൊ ഉപനിഷത്ത് കാലത്തെ ഋഷി ദർശിച്ച ആ വേദാന്ത ചിന്തയുടെ ആ സംശുദ്ധ ഭാവത്തെ ഗുരു എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രയുഗത്തിന് ചേരുന്ന രീതിയിൽ കെട്ടുറപ്പോടെയും കൃത്യതയോടെയും അവതരിപ്പിച്ചിരിക്കുന്നു, പുനരാവിഷ്കരിച്ചിരിക്കുന്നു നമുക്ക് വേണേൽ പറയാം. ഉപനിഷത്ത് ഋഷി കണ്ട ആ സത്യം തന്നെ ഈ ആധുനിക കാലത്തിന് ചേരുന്ന രീതിയിൽ, ആ ശൈലിയിൽ ഗുരു അത് നമുക്ക് വീണ്ടും റീകൺസ്ട്രക്ട് ആൻഡ് റീസ്റ്റേറ്റഡ് അല്ലെ, അങ്ങനെ നമുക്ക് തന്നിരിക്കുകയാണിത്. അപ്പോൾ ഗുരുവിന്റെ ഒരു ജീവിത ദൗത്യം, പൂത്തുലഞ്ഞ കൃതി നമ്മൾ പഠിക്കാൻ പോകുന്നു. ഗുരുവിന്റെ കൃതികളുടെ പലതിൻ്റെയും 100 വർഷം കഴിയുമ്പോഴും ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളതൊരു വളരെ അത്ഭുതമാണ്. ഏതോ ഒരു ശക്തി നമ്മളെ ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ഇത് കേട്ടുപോകാനുള്ളതായതുകൊണ്ടാണ്. മനസ്സിലായില്ല എന്ന് വെച്ചാൽ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ സീഡ് അവിടെ കിടന്നോളും, അത് മുളച്ചോളും. എപ്പോഴും പറയുന്നൊരു വാക്യാണ്, മനസ്സിലാണില്ല എന്ന് വെച്ചാൽ വേണ്ട, കേൾക്കുക, ശ്രവണം നടക്കട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ഗുരുവിന്റെ വേദാന്ത ദർശനത്തിൽ സംക്ഷേപം ചെയ്തു വെച്ചിരിക്കുന്ന ആശയത്തിന്റെ വിശദീകരണം ഗുരുവിന്റെ മറ്റ് കൃതികളിലൂടെ നമുക്ക് കടന്നുപോയി കൊണ്ടുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ സമ്പൂർണമായ അർത്ഥം കിട്ടുക. ഇനി ഒന്നാമത്തെ സൂത്രം വളരെ ഹൃദിസ്ഥമായി പഠിച്ച് അതിന്റെ ആശയവും അർത്ഥതലങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ രണ്ടാമത്തെ സൂത്രം മനനത്തിന് എടുക്കുകയുള്ളൂ, അതായത് ചൊല്ലാൻ പോലും എടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരാഴ്ച നമ്മളിത് മനസ്സിലിട്ടുകൊണ്ട് ഇതിനെ വിചാരം ചെയ്ത് ഇതിനെ ഉറപ്പിക്കുക. ആദ്യത്തെ സൂത്രം തുടങ്ങുകയാണ്, അധ യദാത്മനോ ജിജ്ഞാസുഹു സ്തദിദം ബ്രഹ്മൈവാഹം. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അധ യത് ആത്മനഃ ജിജ്ഞാസുഹു തത് ഇദം ബ്രഹ്മ ഏവ അഹം. ഇങ്ങനെ ഇതാണ് ഇതിന്റെ പദച്ഛേദം. നോക്കൂ, അധ യഥാത്മനോ എന്നുള്ളിടത്ത് സന്ധി വരണം, പിരിക്കണം. യത് ആത്മനഃ, യഥാത്മനഃ ജിജ്ഞാസുഹു ചേരുമ്പോഴാണ് യഥാത്മനോ ജിജ്ഞാസുഹു എന്ന് പറയുന്നത്. പിന്നെ തത്, അവിടെ വിസർഗത്തിന് സകാര ആദേശം വരുന്നതാണ്, അതുകൊണ്ടാണ് ജിജ്ഞാസു തദിദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസുഹു തത് ഇദം ബ്രഹ്മ ഏവ അഹം. ഇതൊന്ന് കുറിച്ചും കൂടി വെച്ചോളൂ കേട്ടോ, കാരണം ഇനി ഓരോ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോ ആദ്യത്തെ വാക്ക് എടുക്കുകയാണ് അധ. ആദ്യം ഓരോ വാക്കിന്റെ ആശയം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കാം. അധ എന്ന വാക്കിന് അനന്തരം എന്നർത്ഥമുണ്ട്. ഒട്ടനവധി അർത്ഥങ്ങൾ അധ എന്ന വാക്കിനുണ്ട്. അപ്പോ അധ എന്ന് പറഞ്ഞാൽ അനന്തരം, അതായത് ആത്മാവിനെ കുറിച്ച് അറിയുന്നതിനുള്ള ആധികാരികത കൈവരുന്നത്, അധികാരിത്വം കൈവരുന്നത് യാതൊന്നിനെ തുടർന്നാണോ അതിനുശേഷം. ഇപ്പൊ നമുക്ക് വെറുതെ അങ്ങോട്ട് പോയി ആത്മാവിനെ അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആത്മജിജ്ഞാസുക്കളായിട്ട് വന്നിരിക്കുകയാണ്, എന്തൊക്കെയോ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുക. പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈശ്വരൻ തന്നെ അനുവദിച്ച് കിട്ടണം, അനുഗ്രഹിച്ച് കിട്ടണം അല്ലെ. അപ്പൊ അതിന് ചില യോഗ്യതകളൊക്കെ വേണം. ആത്മവിദ്യ കരഗതമാകണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകളൊക്കെ വേണം. അത് യാതൊന്നിനെ തുറന്നാണോ അതിനുശേഷം,
ആത്മാവിനെ കുറിച്ച് അറിയുന്നതിന് ആവശ്യം വേണ്ട ആധികാരികത കൈവരുന്നത് യാതൊന്നിനു ശേഷമാണോ അതിനുശേഷം. അതിന് നമുക്ക് ഇങ്ങനെ പറയാം, എന്താ പറയാ, സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയതിനു ശേഷം, അങ്ങനെ ചുരുക്കി പറയാം. സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയതിനു ശേഷം, അതാണ് അനന്തരം എന്ന് പറഞ്ഞത്. അതൊക്കെ മറ്റൊരർത്ഥം പൂർണ്ണത എന്ന് വരുന്നുണ്ട്, ചോദ്യം എന്നുള്ള അർത്ഥമുണ്ട്, ഇങ്ങനെയൊക്കെ മംഗളം എന്നുള്ള അർത്ഥമുണ്ട്. ഇതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കുന്ന സമയത്ത് പറയാം. ഇവിടെ നമുക്കിപ്പോ ഇതിനോട് ചേരുന്ന ഒരർത്ഥം അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാൽ എന്താ, സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയതിന് ശേഷം. കിട്ടിയെന്ന് തോന്നുന്നു. അതാ 2 അക്ഷരമേ ഉള്ളൂ. ആ 2 അക്ഷരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ഒത്തിരി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് യത്. ഇപ്പോ ഈ വാക്യത്തിന്റെ അർത്ഥം മാത്രം പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, അയ്യോ വേദാന്തസൂത്രം എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് സ്കിപ്പായി പോയരുത് കേട്ടോ. യത് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണത്താലാണോ, യത് യാതൊരു കാരണത്താലാണോ, ഏത് കാരണത്താലാണ് നമ്മൾ വരുന്നത്? നമുക്ക് ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ സുഖകരമായ കാര്യങ്ങൾ ചെയ്തോ, TV കണ്ടോ, രസിച്ചോ, സീരിയൽ കണ്ടോ, നല്ല ആഹാരം ഉണ്ടാക്കി കഴിച്ചോ, മക്കളുമായിട്ട് വർത്താനം പറഞ്ഞോ ഒക്കെ ഇരുന്നാൽ മതിയല്ലോ. എന്തിനാണ് ഈ ഇത്രയും കടുകട്ടിയുള്ള വാക്കുകളൊക്കെ എടുത്ത് പഠിക്കണത്, അല്ലേ? അപ്പോ എന്തിനാ പഠിക്കണത്? ഈ കാണുന്നതും നമ്മൾ ഈ പറയുന്നതും ചെയ്യുന്നതും നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ വരുന്ന സകല വസ്തുക്കളും നമ്മെ വിട്ടു പോകുന്നവരാ, നാമും അങ്ങ് പോകും. പക്ഷെ അപ്പോൾ നാം എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നതെന്നും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും അറിയാതെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ലക്ഷ്യം എന്തെന്ന് അറിയാനുള്ള നമ്മുടെ ഒരു യാത്രയാണിത്. വഴി മറന്ന യാത്രക്കാരായ നാം ആ മറന്ന വഴിയെ ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു യാത്രയാണ്. കാരണം ജന്മാന്തരങ്ങളായിട്ട് പല പല ഗർഭപാത്രങ്ങളിലൂടെ കയറി വന്ന് മനുഷ്യ ജീവിതം കിട്ടി. ഇനി ഈ മനുഷ്യ ജീവിതം കിട്ടിയിട്ടും ശക്തിമത്തരമായ അന്ധകരണം കിട്ടിയിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നുപോയാൽ ഒരു പക്ഷേ മർത്യജന്മത്തിൽ നിന്ന് നമുക്ക് ഇനി ഒരു മൗഢ്യമായ ഒരു അന്ധകരണത്തിലേക്ക് നമുക്ക് വരാനും ചിലപ്പോൾ വന്നു എന്നിരിക്കാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടിയ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ കൊണ്ടുപോകണം. അതിനുള്ള ഒരു യത്നമാണ് നമ്മൾ ആത്മീയമായ പഠനത്തിലേക്ക് വരുന്നത്. അപ്പൊ പറയാണ് യത് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണത്താലാണോ, യാതൊന്നിനെ ലക്ഷ്യമാക്കിയാണോ, യാതൊരു മോക്ഷാർത്ഥിയായിട്ടാണോ എന്നർത്ഥം. യാതൊരു കാരണത്താലാണോ എന്നുള്ള അർത്ഥം കൊടുക്കുക. യത് ഏത് കാരണത്താലാണ്? എനിക്ക് ഈ ലോക ജീവിതത്തിന്റെ ശ്രേയസിലേക്ക് എന്നെ എത്തിക്കണം, ജീവിത സാക്ഷാത്കാരത്തിലേക്ക് എന്നെ എത്തിക്കണം. ബുദ്ധിയുള്ളവർ മാത്രമേ ആത്മീയമായ പഠനത്തിലൂടെ എനിക്ക് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിക്കുള്ളൂ, അല്ലെ? കാരണം ഇന്ദ്രിയങ്ങളുടെ സുഖഭോഗപരതയിൽ മുങ്ങിക്കിടക്കുക നമ്മള്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ അപൂർവം കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയണത് യാതൊരു കാരണത്താലാണോ, യാതൊന്നു ലക്ഷ്യമാക്കിയാണോ നീ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നത്, അക്കാരണത്താൽ. ഏത്? ആത്മനഹ ജിജ്ഞാസുഹു. ആത്മനഹ എന്ന് പറഞ്ഞ ഷഷ്ടി വിഭക്തിയിൽ വരുന്നത്. ശരിക്കും ആത്മാവിനെ എന്ന് പറയുമ്പോൾ ദ്വിതീയയിലാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഷഷ്ടി വിഭക്തിയിലുള്ള ആ ഒരു രൂപമാണ് ഗുരു കർമ്മം എന്ന അർത്ഥത്തില് ഷഷ്ടി വിഭക്തിയാണ് ഗുരു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കർമ്മണി ദ്വിതീയ എന്ന സൂത്രം വെച്ചുകൊണ്ട് കർമ്മ ശബ്ദത്തിലുള്ള വാക്ക് ദ്വിതീയയിലാണ് പ്രയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ ആത്മാവിന്റെ ജിജ്ഞാസ എന്നുള്ള അർത്ഥത്തിൽ ഷഷ്ടി വിഭക്തിയിലാണ് ഗുരു ഇവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മനഹ, ആത്മാവിന്റെ. ഇവിടെ ആത്മാവിന്റെ ജിജ്ഞാസ, ആത്മാവിനെ കുറിച്ച് അറിയാൻ, ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ. ഇവിടെ ആത്മന എന്ന വാക്കിന് ആത്മാവിന്റെ എന്ന് അർത്ഥമുള്ളൂ. അടുത്ത വാക്കും കൂടി ചേരുമ്പോഴാണ് ആത്മനഹ ജിജ്ഞാസുഹു. ജിജ്ഞാസുഹു എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹമുള്ളവൻ, അവന്റെ, അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവന്. ആത്മാവിനെ കുറിച്ചുള്ള തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവന്. ജ്ഞാതും ഇച്ഛ ആണ് ജിജ്ഞാസ. പാതും ഇച്ഛ പിപാസ, ജ്ഞാതും ഇച്ഛ അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അപ്പൊ ഇവിടെ ജിജ്ഞാസുഹു എന്ന് വന്നാലോ, ജ്ഞാതും ഇച്ഛുഹു അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ. അതായത് ജിജ്ഞാസ യസ്യ അസ്തി ഇതി ജിജ്ഞാസുഹു,
എന്തിനെ കുറിച്ചാണോ ജിജ്ഞാസ ഉള്ളത് അവനെയാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. ഇവിടെ ജിജ്ഞാസ എന്തിനെ കുറിച്ചുള്ളതാണ്? അറിയാനുള്ള ആഗ്രഹം, ആത്മാവിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. യാതൊരു കാരണത്താൽ ആത്മാവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുവോ തത് അക്കാരണത്താൽ, യാതൊരു കാരണത്താലാണോ ആത്മനഃ ജിജ്ഞാസുഹു ആത്മാവിനെ കുറിച്ച് അറിയുവാൻ ജിജ്ഞാസയുള്ളവനായിരിക്കുന്നത് തത് അക്കാരണത്താൽ. ഈ വാക്കുകളുടെ ഒന്നും അർത്ഥം കിട്ടിയാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇത് കേട്ടു പോവുക, വ്യാഖ്യാനത്തിലെല്ലാം മനസ്സിലാക്കി തരാം. തത് അക്കാരണത്താൽ ഞാൻ ആത്മാവിനെ അറിയാൻ ജിജ്ഞാസയോടുകൂടി വന്നിരിക്കുന്നു. അക്കാരണത്താൽ ഇതം ഇവിടെ കുറച്ച് സർവനാമ ശബ്ദങ്ങളാണ് ഗുരു ഇവിടെ വെച്ചിരിക്കുന്നത്. യത്, തത്, ഇതം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. അപ്പൊ ഇവിടെ ഇതം എന്ന വാക്ക് നപുംസക ലിംഗത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതം ശബ്ദം നപുംസകലിംഗ ശബ്ദമാണ്. ആത്മാവാണെങ്കിൽ പുല്ലിംഗ ശബ്ദമാണ്. അയം ആത്മാ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഗുരു ഇവിടെ ഇതം എന്നാ പറഞ്ഞിരിക്കുന്നത്, ഇത്. അപ്പൊ അവിടെ നമ്മൾ അർത്ഥം എടുക്കേണ്ടത് നീ അറിയാൻ ആഗ്രഹിക്കുന്ന ഈ ആത്മാവ് എന്നുള്ളതാണ് അവിടെ ആശയം. പക്ഷേ ആ ആത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അത് പ്രപഞ്ചവുമായി ചേർത്തണ്ട പറയുന്നത്. സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം, നീ അറിയാൻ ആഗ്രഹിക്കുന്ന, നീ ആത്മാവിനെ കുറിച്ച് അറിയാൻ ജിജ്ഞാസുവായിരിക്കുന്നല്ലോ, അത് ഏതാണ് എന്ന് വെച്ചാൽ, അതെന്താണെന്ന് വെച്ചാൽ അത് ഇതാണ്. ഇതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് സകലതും ചൈതന്യമായിരിക്കുന്ന ആത്മചൈതന്യം, സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം. ഇതം ബ്രഹ്മം തന്നെയാണ്. നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളിലും ചൈതന്യമായി സ്പന്ദിക്കുന്ന ഈശ്വര ചൈതന്യമാണ്. അത് ബ്രഹ്മമാണ്. അത് ബ്രഹ്മമാണ്. സാക്ഷാത് ജഗതീശ്വരനാണ്, പരമാത്മ സത്യമാണ്. എന്നിട്ട് പറയാണ് അഹം. പിന്നെ അവിടെ ബ്രഹ്മൈവാഹം എന്നാണല്ലോ, അല്ലെ? ബ്രഹ്മൈവാഹം, ബ്രഹ്മ ഏവ അഹം. ഇതം ബ്രഹ്മ അഹം ബ്രഹ്മ, ഞാനും ബ്രഹ്മമാണ്. ഒന്നും പിടിയിട്ടിട്ടുണ്ടാവില്ല, വിഷമിക്കണ്ട. നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ബ്രഹ്മമാണ്. ആ ആത്മാവ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് സകലതും ചൈതന്യമായിരിക്കുന്ന ആ ആത്മാവ്. അപ്പൊ നീയും അത് പെടുവല്ലോ. ആ ആത്മാവ് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മ, ഞാനും ബ്രഹ്മമാണ്. ഇതാണ് ഇതിന്റെ ഈ ഓരോ വാക്കിന്റെയും ആശയം. ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇതിന്റെ വിശദീകരണം ചെയ്യുമ്പോഴേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. ഓരോ പദത്തിന്റെ അർത്ഥം വെറുതെ എഴുതി വയ്ക്കുക. ഇനി ഇത് കിട്ടാത്തവരാണെങ്കിൽ വീഡിയോ ഒന്നും കൂടി കേട്ടിട്ട്, നമുക്ക് ഇവിടെ പങ്കജൻ സാർ ഓഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്, വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ വാക്കിന്റെയും അർത്ഥം എടുത്തിട്ട് ഒന്നും കൂടി വായിക്കാം. പിന്നെ ഞാൻ വിശദീകരിക്കുന്ന സമയത്ത് ഓരോ വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. ഇവിടെ കൂട്ടർത്ഥം പറയുമ്പോൾ, യാതൊന്നിനെ തുടർന്നാണോ ഒരുവൻ ആത്മാവിനെ കുറിച്ച് അറിയുവാൻ ജിജ്ഞാസയുള്ളവനായിരിക്കുന്നത്. യാതൊന്നിനെ തുടർന്നാണോ എന്ന് വെച്ചാൽ നിത്യാനിത്യ എന്താ പറയാ, സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയതിന് ശേഷം ഒരുവൻ ആത്മാവിനെ കുറിച്ച് അറിയാൻ ജിജ്ഞാസയുള്ളവനായിരിക്കുന്നത്. തത് അക്കാരണത്താൽ, അതുകൊണ്ട് ഇതം നാമരൂപാത്മകമായ ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ആത്മചൈതന്യം, ഈ ആത്മചൈതന്യം ബ്രഹ്മയേവ, ബ്രഹ്മം തന്നെ. അഹം ബ്രഹ്മയേവ, ഞാനും ഈ ബ്രഹ്മയേവ എന്നിങ്ങനെ അധ്യാഹരിച്ചെടുക്കണം. ഞാനും ബ്രഹ്മം തന്നെ, നീയും ബ്രഹ്മം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനേകം ഉപനിഷത്തുക്കളുടെ സത്തയെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു സൂത്രം. അതിനകത്ത് 1, 2, 3, 6, 7, 9 വാക്കുകളുണ്ട്. 9 വാക്കുകളിൽ ഗുരു ഏതെല്ലാം കൃതികളിലൂടെ നമുക്കിത് കടന്നു പോകാം, എന്താണ് ഇതിന്റെ പൂർണ്ണത എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. അഥ യഥാത്മനോ ജിജ്ഞാസു സ്തദിതം ബ്രഹ്മൈവാഹം. അഥ യത് ആത്മനഃ ജിജ്ഞാസു തത് ഇതം ബ്രഹ്മ ഏവ അഹം. ഇതാണ് അതിന്റെ പദച്ഛേദം. ഇനി നമുക്കിവിടെ ആദ്യം അധ എന്ന ശബ്ദം എടുക്കാം കേട്ടോ. അധ, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾ എഴുതി വെക്കുക. കാരണം ഭാരതത്തിന്റെ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അധ എന്ന ശബ്ദം കൊണ്ട് തുടങ്ങുന്ന പല ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെ അധ ശബ്ദത്തിൽ തുടങ്ങിയത്?
എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് പറയാം മംഗളവാചകമായ ശബ്ദമാണ് അധ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. മംഗളവാചകമായ ശബ്ദമാണ് അധ. അതിന് അനന്തരം എന്നുള്ള അർത്ഥമുണ്ട്, ഇനി എന്നുള്ള അർത്ഥമുണ്ട്, അധികാരി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഏതാണ്? അധ എന്നർത്ഥമുണ്ട്, അനന്തരം, ഇനി, എന്നാൽ, അധികാരി എന്നൊക്കെ അധ എന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ ഒരു മംഗളാചരണത്തോടു കൂടി വേണമല്ലോ ഒരു ഏത് സാഹിത്യ രചനയും നടത്താനായിട്ട്. അപ്പൊ ഇവിടെ ഒരു പ്രകടിതമല്ലാത്ത രീതിയിലുള്ള പ്രത്യേകിച്ച് ഇത് മംഗളാചരണം നടത്തണമെന്ന് തോന്നുകയില്ല, പക്ഷെ ഒരു പ്രകടിതമല്ലാത്ത രീതിയിലുള്ള ഒരു മംഗളാചരണത്തോടെയാണ് കൃതിയുടെ തുടക്കം അധ എന്ന വാക്കില്. ഇവിടെ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്, ഗുരുവിന്റെ ആത്മോപദേശ ശതകം തുടങ്ങുന്നത് തന്നെ അകാരത്തിലാണല്ലോ, അല്ലെ? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ, അകാരത്തിലാണ് തുടങ്ങുന്നത്. ആത്മോപദേശ ശതകം അവസാനിക്കുന്നതും അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റു സത്തോം ഇതി മൃദുവായി അമർന്നിടേണമെന്ന് ആത്മോപദേശ ശതകം തുടക്കവും അവസാനവും ആ എന്ന അക്ഷരത്താലാണ്. ഭാഷയിൽ ഏറ്റവും ലാംഗ്വേജിൽ ഔന്നത്യം നിൽക്കുന്ന, ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്ന അക്ഷരമാണ് അകാരം. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, അക്ഷരാണാം അകാരഹ അസ്മി. അല്ലയോ അർജുന, ഞാൻ അക്ഷരങ്ങളിൽ വെച്ച് അകാരമാകുന്നു, അല്ലെ? അപ്പൊ ആ ആദ്യാക്ഷരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മംഗളവാചകമായ ഒരു ശബ്ദമാണത്. ദിവ്യമായ ഒരു രചന തുടങ്ങുമ്പോൾ അധ എന്ന വാക്ക് വെച്ച് തുടങ്ങുന്നത് ഏറ്റവും മംഗളകരമാണ്. മാത്രമല്ല സൂത്രശൈലിയിലെ ഈ ഒരു കീഴ്വഴക്കമാണ്. അധ ശബ്ദം കൊണ്ട് ഒരു കൃതി ആരംഭിക്കുക എന്നുള്ളത് സൂത്ര പീരീഡിൽ വന്നിട്ടുള്ള സൂത്രശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. അധ ശബ്ദം കൊണ്ട് കൃതി ആരംഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. യോഗശാസ്ത്രം തുടങ്ങുമ്പോൾ ഷഡ്ദർശനങ്ങൾ നമ്മൾ പറഞ്ഞു. യോഗശാസ്ത്രം തുടങ്ങുമ്പോൾ അധ യോഗാനുശാസനം എന്നാ തുടങ്ങുന്നത്. അധ യോഗാനുശാസനം. അവിടെ അധ എന്നുള്ളതിന് ഒരു മംഗളകരമായ ശബ്ദമാണ്, അർത്ഥാണ്. അടുത്തത് പറയുന്നു ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് അധാതോ ബ്രഹ്മജിജ്ഞാസ. അധഹ ബ്രഹ്മജിജ്ഞാസ. ഇനി ബ്രഹ്മജിജ്ഞാസയാകാം, അല്ല, ഇനി ബ്രഹ്മജിജ്ഞാസയാകാം. അപ്പൊ ഇനി എന്ന് പറയും. അതൊക്കെ മുമ്പ് കുറേ പ്രോസസ്സ് ഉണ്ട്, അത് നമുക്ക് അടുത്തതായിട്ട് പറയാം. അപ്പൊ പിന്നെ പറയാണ്, പൂർവമീമാംസ പറയുമ്പോൾ പറയുന്നുണ്ട് അധാതോ ധർമ്മ ജിജ്ഞാസ. കണ്ടോ, അധാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ 2 മാർഗമുണ്ട്, പ്രവൃത്തി മാർഗവും ഉണ്ട്, നിവൃത്തി മാർഗവും ഉണ്ട്. പ്രവൃത്തി മാർഗത്തിലൂടെ നമ്മൾ നടക്കുന്നതിന് നമുക്ക് ധർമ്മ ജിജ്ഞാസ വേണം. പക്ഷെ നിവൃത്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ബ്രഹ്മ ജിജ്ഞാസ വേണ്ടത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബ്രഹ്മ ജിജ്ഞാസുക്കളാ. അല്ലെങ്കിൽ വേദാന്തകൃതി കേൾക്കാൻ എത്രയോ ആളുകളിൽ നിന്ന് അരിച്ചു പെറുക്കി എടുത്തിട്ടുള്ള കുറച്ച് പേര്, ഈശ്വരന്റെ സെലക്ഷനിലുള്ള കുറച്ച് പേരാണ് നമ്മൾ ഒരുമിച്ച്, ഞാനടക്കം, നമ്മളിങ്ങനെ ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ഭഗവാൻ അനുവദിച്ചിട്ടുള്ളതും പിന്നെ അനുഗ്രഹിച്ചിട്ടുള്ളതും ഒക്കെ, അല്ലേ? അപ്പോൾ ഗുരു ഇങ്ങനെ രചിച്ചു വെച്ചത് വർഷങ്ങൾക്ക് ശേഷം എടുത്തു വെച്ചിട്ട് ഏഴകളായിരുന്നുകൊണ്ട് ഈ ജീവിതത്തിന്റെ ദുഃഖദുരിതങ്ങളായ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വാഗൊണ്ട് ഉച്ചരിക്കാനെങ്കിലും ഒക്കെ സാധിക്കുന്നത് ഏറ്റവും പുണ്യം തന്നെയാണ്. ആ ഋഷിയോടുള്ള കടം വീട്ടിൽ തന്നെയാണിത്. ഋഷികടം വീട്ടിൽ തന്നെയാണിത്. ആ കടങ്ങൾ നമ്മൾ 5 കടങ്ങൾ നമ്മൾ വീട്ടിയിരിക്കണമല്ലോ. അപ്പൊ ഭാരതത്തിന്റെ അധ്യാത്മ സമ്പത്ത് ഋഷിമാര് തന്ന എന്തിനാ? അവരുടെ ജീവിതം ആ സത്യത്തിലേക്ക് അലിയിച്ചുകൊണ്ട് അവർ നേടിയ അനുഭവത്തെ നമുക്കെടുത്ത് തന്ന എന്തിനാണ്? നമ്മളത് കണ്ട് ആ വഴിയെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സ്വീകരിക്കുന്നവർക്ക് നല്ല വഴിയെ തന്നെ നടക്കാനായിട്ട് സാധിക്കും. ഈ ജന്മം മുളച്ചില്ലെങ്കിലും, സീഡ് മുളച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തെങ്കിലും ഈ കേട്ടതിന്റെ ബാക്കി കേൾക്കാൻ നമ്മൾ വരും. എവിടെയോ ഒരു വേദത്തിന്റെ ഒരു ആത്മാവിനെ സ്പർശിക്കുന്ന കുറെ കാര്യം കേട്ടിട്ടുണ്ട്.
എന്ന് കരുതി അടുത്തൊരു ശരീരത്തിൽ ഇനി വന്നാലും ഇതിന്റെ ബാക്കി കേൾക്കാൻ പോവും, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സിലായില്ലെങ്കിലും കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയതിന് ശേഷം എന്ന് ഗുരു പറഞ്ഞു അധ, അല്ലേ? ഇനി എന്താണ് സാധനാ ചതുഷ്ടയ സമ്പത്തി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പലവട്ടം നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് പഠിച്ച സമയത്തൊക്കെ ഈ സാധനാ ചതുഷ്ടയങ്ങൾ പറഞ്ഞാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആവർത്തനവും അസഹൃത ഉപദേശ എന്ന് പറയും. ആവർത്തനവും ഇങ്ങനെ ഈ വീണ്ടും വീണ്ടുമുള്ള ഉപദേശവും സത്യം ഉറപ്പിക്കാൻ നമുക്ക് നല്ലതാണ്. നമ്മൾ മറന്നു പോകും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ. വീണ്ടും വീണ്ടും ഈ സത്യത്തെ ഓർമ്മിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഋഷീശ്വരന്മാരുടെ അനുഭവത്തിൽ ഇരിക്കുന്നവരല്ലല്ലോ, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. ബുദ്ധിയിലിരിക്കുന്ന കാര്യം മറന്നുപോകും. ആത്മാവിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്നും ഓർത്തു വെച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് പഠിക്കുന്നവരായതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് ഉറപ്പിക്കണം. അപ്പൊ എന്താണ് സാധനാ ചതുഷ്ടയ സമ്പത്തി? അതിൽ ഒന്നാണ് നിങ്ങൾ ഓഡിയോ മ്യൂട്ട് ആക്കണേ, എല്ലാവരും ശബ്ദമായാലും ഇത് വരും. നിത്യാനിത്യ വിവേകം, അല്ലെ? ഗുരു ബ്രഹ്മവിദ്യാ പഞ്ചകം തുടങ്ങുമ്പോൾ തന്നെ അത് പറഞ്ഞു തന്നുകൊണ്ടാണ് അതിൻ്റെയൊക്കെ വ്യാഖ്യാനം നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. നിത്യാനിത്യ വസ്തു വിവേകം, അല്ലെ? നിത്യാനിത്യ വിവേകം, അതാണ് ഒന്നാമത്തെ യോഗ്യത നമുക്ക് വേണ്ടത്. നിത്യമായ വസ്തു ഏത്, അനിത്യമായ വസ്തു ഏത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ്. ഇത് വെറുതെ വാഗുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതുമല്ല, ഇതിന്റെ അർത്ഥം പഠിച്ചാൽ നമുക്ക് കിട്ടുന്നതുമല്ല. നമ്മൾ ഉള്ളിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിത്യവസ്തു എന്നും പരമസത്യം തന്നെയാണ്. അതൊരിക്കലും നശിക്കാത്ത വസ്തുവാണ്. അത് ആത്മവസ്തു തന്നെയാണ്. അനിത്യവസ്തുവിലാണ് നമ്മൾ സത്യമെന്ന് കരുതി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബം, മക്കള്, അല്ലെ? അതുപോലെ തന്നെ സമ്പത്തുക്കള്, നമ്മുടെ ശരീരം, ഇതെല്ലാം നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന വസ്തുക്കള്. നമുക്ക് എന്തൊക്കെ ഈ ഭൗതികത്തിലുണ്ടോ അതിനെല്ലാം നമ്മൾ ഒരിക്കലും അത് നമ്മൾ മനസ്സുകൊണ്ട് പഠിക്കില്ല അത് അനിത്യമാണെന്ന്. എല്ലാവരുടെയും നഷ്ടപ്പെട്ടു പോയാലും എൻ്റെയും നഷ്ടപ്പെട്ടു പോയില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്, അല്ലെ? ബാങ്കിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് എൻ്റെ ജീവിതത്തിനെ രക്ഷിക്കുന്നത്. അത് എത്രയൊക്കെ സത്യങ്ങൾ അതല്ല അല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിങ്ങനെ അതിനകത്ത് കുടുങ്ങി കിടക്കുക. അതാ ഗുരു പറഞ്ഞ പൊരുൾ, ഉടമ്പ്, മക്കള്, അല്ലെ? ഉയിർത്തിരൾ, ഇതൊക്കെ അനർത്ഥകരം എന്ന് ഗുരു പറഞ്ഞു തന്നല്ലോ. കരളിന്ന് കളഞ്ഞു കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ഒരു 99% അതിൽ പൊതിഞ്ഞു കിടക്കുകയാണ് ഈ കരിങ്കടലില്. അപ്പൊ അതൊക്കെ അനിത്യ വസ്തുക്കളാണ് എന്ന് കരുതിയിട്ട് ആ സംഘമൊക്കെ ഒന്ന് കുറച്ച് തെറ്റുക, കുറച്ചൊക്കെ ഒന്ന് ആ ഒരു വിട്ട് പിടിച്ചിട്ട് ഇത് എപ്പോഴും ഏതു നിമിഷവും എന്നിൽ നിന്ന് വിട്ടുപോകാവുന്നതാണ്. എന്നിൽ നിന്ന് വിട്ടുപോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രാണസ്പന്ദനമായിരിക്കുന്ന, എൻ്റെ അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ഈശ്വരാംശമാണ് ഞാൻ എന്ന ജീവൻ. അത് അവിടെ ഇരുന്ന് തുടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും ചിന്തിക്കാനും ഒക്കെ അറിയുന്നത് എന്ന ആ നിത്യവസ്തുവിനെ കുറിച്ച് കേട്ട് 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 അതിനെ അറിയണം, അതിനെ അനുഭവിക്കണം, അതായി മാറണം എന്നൊരാഗ്രഹം വരുന്നവർക്കാണ് നിത്യാനിത്യ വിവേകം ഉണ്ടാവുന്നത്. അവർക്കാണ് ആത്മീയമായ കാര്യങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുക. അപ്പോൾ നിത്യവസ്തു ആത്മാവാണ്, ബ്രഹ്മമാണ്. അനിത്യവസ്തു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളായി നിൽക്കുന്ന നാമവും രൂപവുമാണ്. ഈ നാമത്തിനെയും രൂപത്തിനെയും നിലനിർത്തിയിരിക്കുന്ന ചൈതന്യം നശിക്കുന്നില്ല, പക്ഷെ നാമവും രൂപവും നശിക്കും. ഇപ്പൊ നമ്മളൊരു നാമവും രൂപവുമാണ് ഈ ശരീരം. അല്ല, ഒരു പേരുമുണ്ട്, ഇതിന് രൂപമുണ്ട്. ഈ പേരും പോകും, ഈ രൂപവും പോകും. പക്ഷെ അതിനെ ചൈതന്യവത്താക്കി വെച്ചിരിക്കുന്ന ആ ജീവ ചൈതന്യം അതൊരിക്കലും നശിക്കുന്നതല്ല. അതാണ് നമ്മൾ നിത്യവസ്തുവിനെ അറിയണമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ചിന്തിരിക്കുന്നത് എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ ഇളകിയാടുന്നൊരു തൂണിനെയാണ് നിത്യമായ വസ്തു എന്ന് കരുതി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നതാണെന്ന് അറിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കുക, മനസ്സിനെ പഠിപ്പിക്കുക. അതാണ് നിത്യ അനിത്യ വിവേകം നേടണമെന്ന് പറഞ്ഞത്. ഗുരു നമ്മൾ പറഞ്ഞില്ലേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. ഒരു കടലിന്റെ തീരത്ത് പോയി നിന്നാല്
അതിൽ നിന്നിങ്ങനെ ഇളകി നിരവധി തിരകൾ ഇങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഉയർന്നു വരും, അത് അതിലേക്ക് അടയും, ഉയർന്നു വരും, അത് അതിലേക്ക് പോകും. ആ ഒരിത്തിരി നേരത്തേക്കുള്ള ഉയർച്ചയുണ്ടല്ലോ ഒരു തിര, അതാ നമ്മള്. ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളും ആ ഒരു തിരയുടെ വെറും ഒരു തിര മാത്രമാണ്. ആ തിരയായ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കടലാണെന്ന് വിചാരിച്ചു പോകുന്നു. കടലല്ല, ഒരു തിര മാത്രമാണത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നൈമിഷികമായ ഒരു ശരീരത്തിൽ ജീവിക്കുന്ന നമ്മള് ഇതിന്റെ അനിത്യതയെക്കുറിച്ച് ഗുരു നമുക്ക് പല കൃതികളിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നത് ഒന്നും നിത്യമല്ല, ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു, എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. അല്ലെ? മൂന്നവസ്ഥ മനുഷ്യനുണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതിലെ ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഭൗതിക സുഖഭോഗങ്ങളും വസ്തുക്കളുമാണ്. അത് സത്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സ്വപ്നം കാണുമ്പോൾ ഈ നമ്മൾ തന്നെയാണ് മനസ്സിലെ വാസനകൾ എടുത്തുകൊണ്ട് സ്വപ്നം കണ്ട് അത് അതിലേക്ക് അടക്കി എഴുന്നേറ്റ് വരുന്നത്. അത് തെറ്റ് കളയും. ഇനി സുഷുപ്തിയിൽ നല്ല സുഖമായിട്ട് ഈശ്വര സത്തയിൽ ലയിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ അതും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒന്നിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, ജാഗ്രത അവസ്ഥയെ. അതിലെന്താ ലോജിക്കുള്ള? മൂന്നവസ്ഥകളിൽ ഒന്നിനെ മാത്രം സത്യം എന്ന് പിടിക്കുകയും ബാക്കി രണ്ടും മിഥ്യയാന്ന് കരുതുകയും ചെയ്യുക. ഉറക്കമല്ലേ, സ്വപ്നമല്ലേ? അപ്പൊ ഗുരു പറയാണ്, ഇത് മൂന്നും സ്വപ്നമാണ്. ഈ ജാഗ്രതത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന 40 വർഷമോ അല്ലെങ്കിൽ 80 വയസ്സോ ജീവിച്ചെന്ന് വെച്ചാൽ നീണ്ട ഒരു സ്വപ്നം തന്നെയാണ് ജാഗ്രതും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു പോയില്ലേ? ഈ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വപ്നം, ഓൺലി എ ഡ്രീം, അല്ലേ? സ്വപ്നം പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷനും അങ്ങോട്ട് കഴിഞ്ഞു പോകും. അതാണ്. അപ്പോൾ ജീവിതം ശരിക്കും നോക്കുകയാണെങ്കിൽ വെറും നമ്മൾ എന്തിനു വേണ്ടിയൊക്കെ ഉഴലുന്നോ അർത്ഥമില്ലാത്തതാണെന്ന് ജീവിതത്തിന്റെ അവസാനം നമുക്ക് ബോധ്യപ്പെടും. ആ അവസാനം ബോധ്യപ്പെടുന്ന ഇത്തിരി നേരത്തെ ബോധ്യപ്പെടുക, എന്നിട്ട് ഇവിടെ ശാന്തമായും സ്വസ്ഥമായും ജീവിക്കുക. അതാണ് വേണ്ടത്. ഭയമില്ലാതെ ജീവിക്കുക. അപ്പൊ ഇവിടെ പറയാണ്, ഒന്നാമത്തെ നിത്യാനിത്യ വിവേകം വേണം. സാധനാ ചതുഷ്ടയത്തിൽ 1 നിത്യാനിത്യ വിവേകം. നിത്യവസ്തു ആത്മാവാണ്, അനിത്യവസ്തു ഈ പ്രപഞ്ചത്തിലെ നാമവും രൂപവുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന സകലം, നമ്മുടെ ശരീരം ഉൾപ്പെടെ അനിത്യവസ്തുവാണ്. അടുത്തത് ഇഹാമുത്ര ഫലഭോഗ വിരാഗ. അല്ലാതെ ഇഹാമൂത്ര എന്നാണ് എല്ലാവരും ഇത് പറയുമ്പോൾ അവിടെ എത്ര പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുമ്പോൾ പോലും ചിലപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് തെറ്റിക്കുന്നതാണ്. ഇഹ പ്ലസ് അമുത്ര, ഇഹാമുത്ര അങ്ങനെ ചേർത്ത് പറയണം. തെറ്റുന്നവർ വേണേൽ പിരിച്ചു പറഞ്ഞു. അമുത്ര എന്ന് പറഞ്ഞാൽ ഈ ലോകമല്ലാതെ വേറെ ഏതെങ്കിലും ലോകമുണ്ടെങ്കിൽ അവിടെ, മറ്റൊരു ലോകത്ത് എന്നുള്ള അർത്ഥമാണ് അമുത്ര. ഇഹ ഇവിടെ, അസ്മിൻ ലോകേ. അമുത്ര എന്ന് പറഞ്ഞാൽ അന്യത്ര ലോകേ. ഇനി ഈ ലോകമല്ലാതെ വേറെ ഏതെങ്കിലും ലോകത്തില് നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള ഫലങ്ങളുടെ, കർമ്മഫലങ്ങളുടെ ഭോഗത്തെ, ആ അനുഭവത്തോട്, അത് വേണമെന്ന ആഗ്രഹത്തെ വിരാഗ ഇല്ലാതിരിക്കുക. ഈ ലോകത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എനിക്ക് വേണ്ട, ഇനി വേറൊരു ലോകം ഉണ്ടെങ്കിൽ പരലോകമോ സ്വർഗമോ ഒക്കെ നരകമോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കൂ. ഒന്നുമില്ല, എല്ലാം ഭൂമിയിൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഫലഭോഗങ്ങളോടും എനിക്ക് വിരാഗം, എനിക്ക് അതിനോട് ഒരു പ്രതിപത്തി ഇല്ലായ്മ, ഇഷ്ടമില്ലായ്മ, ഒരു നിർവികാരത, വെറുപ്പ്, അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം. അതിനെയാണ് ഇഹ അമുത്ര ഫലഭോഗ വിരാഗ. ആദ്യത്തെ ഉണ്ടായാൽ മാത്രമേ രണ്ടാമത്തെ ഉണ്ടാവുള്ളൂ. കാരണം നിത്യവസ്തു ആത്മാവ് മാത്രമാണെന്ന് പറയുമ്പോൾ അനിത്യവസ്തുവിനെയാണ് എല്ലാത്തിനെയും ഈ താലോലിച്ച് പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തത് വരും. ഈ ലോകത്തും ഇനി ഇതിനപ്പുറം ഒരു ലോകം ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്നതുമായ ഫലഭോഗങ്ങൾ എനിക്ക് അതിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് വിരക്തി വരും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സംഗോസ്ത്വകർമ്മണി. പറഞ്ഞു കൊടുക്കുകയാണ്. സമാനമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് നീ കർമ്മം ചെയ്യോ, അല്ലേ? കർമ്മഫലത്തിലെ കുറിച്ച് നീ ചിന്തിക്കണ്ട. അവര് മരിച്ചു പോവോ, ഇവര് മരിച്ചു പോവോ,
അത് കഴിഞ്ഞിട്ട് എനിക്ക് വിജയം എന്തിനാ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട അല്ലേ. നിന്റെ ധർമ്മം എന്താണ്, സ്വധർമ്മം ചെയ്യുക അല്ലേ. മാ കർമ്മഫല ഹേതുർഭൂ, നീ കർമ്മഫലത്തിന് ഹേതുവായി ഭവിക്കരുത്. മാ തേ സംഗഹ അസ്തു അകർമ്മണി, അകർമ്മണി തേ സംഗഹ മാസ്തു, കർമ്മം ചെയ്യാതിരിക്കാനുള്ള ആഗ്രഹവും നിനക്ക് പാടില്ല. നമ്മൾ ജനിച്ചു പോയി, നമ്മുടെ മുന്നിലിരിക്കുന്ന കർമ്മങ്ങള് ക്രിയാകലാപങ്ങളില്ലാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ചെയ്തേ പറ്റൂ. അപ്പോഴും ഫലത്തെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കർമ്മത്തിന്റെ ഭാഗമായി ലോകത്ത് വന്നിരിക്കുന്നതാണ്, ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ആ പ്രകൃതിക്ക് അനുഗുണമായി നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കും. വേണ്ടാന്ന് വെച്ചാലും അത് ചലിച്ചു നീങ്ങും. അപ്പോൾ അവിടെ ഫലം ആഗ്രഹിക്കാതെ തന്നെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ലോകത്തും പരലോകത്തുമുള്ള കിട്ടുന്ന സുഖങ്ങൾ അനിത്യമെന്നറിഞ്ഞ് അവയിൽ നിന്നും പിന്തിരിയുക. ഈ ലോകത്തുനിന്നും അല്ലെങ്കിൽ പരലോകത്തു നിന്നും നമ്മുടെ കിട്ടുന്ന പ്രവൃത്തിയുടെ ഫലമായി കിട്ടുന്ന കർമ്മഫലം അനിത്യമെന്നറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുക. ഇപ്പോൾ വേദങ്ങളിലൊക്കെ കർമ്മങ്ങളുണ്ട്, സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്യും. പക്ഷെ അവിടെയും ക്ഷീണേ പുണ്യേ മർത്യലോകം പതിഷ്ഠ്യതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുണ്യം തീരുമ്പോൾ വീണ്ടും ഈ ലോക ജീവിതത്തിലേക്ക് പതിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ സുഖവാസനയുണ്ട് അവിടെ, അതുപോലും വേണ്ട എന്നർത്ഥം. അപ്പൊ ഇഹ അമുത്ര ഫലഭോഗ വിരാഗ, ഈ ലോകത്തും അമുത്ര അന്യത്ര ലോകെ, പരലോകത്തുമുള്ള ഫലഭോഗങ്ങളോടുള്ള വിരാഗം വേണം. അതാണ് രണ്ടാമത്തെ സാധനാ ചതുഷ്ടയത്തിൽ രണ്ടാമത്തെ. ഇനി ആദ്യത്തെ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തത് സ്വാഭാവികമായി ഉണ്ടാകും. ഇതൊന്നും ബലം പിടിച്ചുണ്ടാക്കേണ്ടതല്ല. നമ്മള് ആത്മാവിനെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഈ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും, സംശയമൊന്നുമില്ല. അടുത്തത് മൂന്നാമത്തെയാണ് ശമാധി ഷഡ്ക സമ്പത്തിഹി. ശമാധി ഷഡ്ക സമ്പത്തിഹി, ഷഡ്കം എന്ന് പറഞ്ഞ 6, ശമാധി എന്ന് പറഞ്ഞ ശമം തുടങ്ങിയ 6 സമ്പത്തിനെ നേടണം. ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം. ഈ 6 എണ്ണത്തിനെയാണ് ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറയുന്നത്. ആദ്യത്തെ നിത്യാനിത്യ വസ്തു വിവേകം വരുമ്പോൾ തന്നെ നമുക്ക് ഈ ലോകത്തും പരലോകത്തുമുള്ള കർമ്മഫലങ്ങളുടെ ആ ഫലങ്ങൾ, കർമ്മത്തിന്റെ ഫലം അനിത്യമാണെന്നറിഞ്ഞ് അതിനോട് ഒരു വിരക്തി വരും. ഇനി അതിനെ തുടർന്ന് നമുക്ക് എന്ത് വരും? ശമം വരും. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിഗ്രഹിക്കാൻ സാധിക്കും, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം വെറും നശ്വരമായ ഒരു വസ്തുവിലേക്ക് മനസ്സും കൊടുത്ത് അതിനെ മാത്രം ആഗ്രഹിച്ച് ദുഃഖിച്ചു പോകാൻ വിഡ്ഢികളായ ആരെങ്കിലും ആഗ്രഹിക്കുമോ? സത്യം അറിഞ്ഞ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ ശ്രീബുദ്ധൻ സകലവിധ സുഖഭോഗങ്ങൾ നിറഞ്ഞ ആ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇതൊക്കെ അനിത്യമാണെന്ന് അറിഞ്ഞിട്ട് ഈ അനിത്യമായതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ജീവിതം മുഴുവൻ പാഴാക്കാതെ എന്തുകൊണ്ടാണ് ആ സത്യമായതിനെ തേടിയത്? എങ്ങനെയാണ് രമണ മഹർഷി ഒരു നിമിഷം കൊണ്ടാണ് അരുണാചലത്തിന്റെ നാമം കേൾക്കുമ്പോഴാണ് ആ പൂർവജന്മ സ്മൃതിയാല് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്, നേരെ സത്യത്തിലേക്ക് വരുന്നത്. ഗുരു അല്ലെ, ആ ചെറിയ ബാല്യം മുതൽ തന്നെ ഗുരുവിൽ ആ ഒരു വിവിധിഷ സന്യാസിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു, അങ്ങനെ നടന്നു നീങ്ങിയത് അല്ലേ. അപ്പൊ ഇവരൊക്കെ ഈ ഭൗതികതയിലെ വെറും നശ്വരങ്ങളായ വസ്തുക്കളുടെ പുറകെ ഓടി നടന്നൊരു ജന്മം പാഴാക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ നമ്മൾ കർമ്മങ്ങൾ, നമ്മുടെ മുന്നിൽ വരുന്ന കർമ്മങ്ങൾ ചെയ്യണം. അതിൽ ആസക്തമാകാതെ തീർച്ചയായും നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഒരു ഗൃഹസ്ഥാശ്രമിയാണ്, അവന് ചെയ്യേണ്ട കർമ്മങ്ങൾ വളരെ കൃത്യമായി ചെയ്യണം. അപ്പോൾ മനസ്സിൽ ഉണ്ടാകേണ്ട ഭാവമാണ് ഈ പഠിപ്പിക്കുന്നത്. നാളെ മുതൽ എവിടെയെങ്കിലും കാട്ടിപ്പോയിരിക്കാനൊന്നും അല്ല പറയുന്നത്, മനസ്സിനുണ്ടായിരിക്കേണ്ട ഭാവമാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറയാണ് ശമം വേണം, മനസ്സിനെ നിഗ്രഹിക്കണം, മനസ്സിനെ അടക്കാൻ പഠിക്കണം. മനസ്സിന്റെ കാര്യം വളരെ കഷ്ടമാണ്. ഈ പറയുന്ന പോലെ ഒന്നും മനസ്സിനെ അടക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അത് എന്താ പറയാ, ഒരു വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയുടെ കണ്ണ് നോക്കി അത്ര സൂക്ഷ്മതയോടുകൂടി അമ്പ ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയ അർജുനനാണ് കൃഷ്ണനോട് പറയുന്നത്. എന്താണ്, ചഞ്ചലം ഹി മന കൃഷ്ണ എന്ന് പറയുന്നത് അല്ലെ, പ്രമാദീ ബലവദൃഢം എന്നൊക്കെ പറയുന്നത്. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം
ചഞ്ചലമാണ്, അല്ലേ? എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതിനെ, ഈ മനസ്സിനെ പിടിച്ചു കെട്ടുന്നത് വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെയോ, അല്ലെങ്കിൽ സമുദ്രത്തിലെ ജലം കുടിച്ചു പറ്റിക്കുന്നത് പോലെയോ, അങ്ങനെയൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് ഈ മനസ്സിനെ നിയന്ത്രണം ചെയ്യുന്നത് എന്ന് മഹാത്മാക്കൾ വരെ പറയുന്നുണ്ട്. അപ്പൊ ഞാനും നിഗ്രഹിക്കേണ്ടെന്നല്ല, സത്യം അറിഞ്ഞു തുടങ്ങിയാൽ പതുക്കെ പതുക്കെ മനസ്സ് ശനൈഹി ശനൈഹി ഉപരമിച്ചു കൊള്ളും. അത് ബലത്തിലൊന്നും പിടിപ്പിക്കണ്ട. അതുകൊണ്ട് അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗ്യേണച്ച തദ്ദൃഢം. നിരന്തരമായ അഭ്യാസം കൊണ്ടും, അല്ലെ, ജപധ്യാന പ്രാർത്ഥനാദികൾ കൊണ്ടും സത്സംഗങ്ങൾ കൊണ്ടും, പിന്നെ ഈ ഭൗതിക വസ്തുക്കളുടെ ആ നശ്വരതയെ മനസ്സിലാക്കി ആ വൈരക്തത കൊണ്ടും ഒക്കെ നിനക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കൂടുതൽ അധ്യാത്മ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ജപവും ധ്യാനവും പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും ഒക്കെ ആവുമ്പോൾ, സജ്ജന സംസർഗം ഒക്കെ ആവുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പലരും അധ്യാത്മികതയിലേക്ക് വന്നവർ പറയാറുണ്ട്, എത്ര വലിയ ദുഃഖങ്ങൾ വരുമ്പോഴേ ഇപ്പൊ എനിക്ക് അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല. നേരത്തെ എന്തെങ്കിലും ഒരു കുഞ്ഞിന് ഒരു മാർക്ക് കുറഞ്ഞു പോയാലും രാത്രി കിടന്ന് ഉറക്കം വരാതെ കരയുന്നവരെ ഇതിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ പറയാറുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കാറേ ഇല്ല, എല്ലാം എല്ലാം ഭഗവാനല്ലേ നടത്തണേ, അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലെ? അതൊക്കെ ഒരു 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 നമ്മൾ അതിലേക്ക് വരുന്നതിൻ്റെ ഒരു ആദ്യ പടികൾ അതൊക്കെ. അപ്പോൾ ശമം മനോനിഗ്രഹമാണ്. ദമം എന്ന് പറഞ്ഞ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹങ്ങൾ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പിന്നെ അതിനെയൊക്കെ ഓടിക്കുന്ന വസ്തുവാണ് മനസ്സ്. മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് ഇന്ദ്രിയങ്ങൾ. ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് മനസ്സ്. അതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പൊ ഇവിടെ പറയുകയാണ്, ദമം എന്ന് പറഞ്ഞ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹം. പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതിനെയാണ് എന്ത് പറയാ, ദമം എന്ന് പറയും. ഇത് മനസ്സടങ്ങുമ്പോൾ തന്നെ രണ്ടാമത് വന്നു കഴിയും. ആദ്യം നമ്മൾ മനസ്സിനെ അടക്കിയല്ലോ. മനസ്സാണല്ലോ നീ പോയി അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വാന്ന് പറയുമ്പോഴാണല്ലോ കണ്ണ് അങ്ങോട്ട് നോക്കണേ. അടുക്കളയിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട്, എന്തോ നല്ല ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ മൂക്ക് പറയും ഒന്ന് അവിടെ വരെ പോയിട്ട് വാ, അല്ലേ? അപ്പൊ മനസ്സാണ് നേരെ മൂക്കിനോട് പറയണത് ചെയ്യും ചെല്ലുന്നു. അപ്പൊ ഈ മനസ്സടങ്ങിയാൽ ഇന്ദ്രിയങ്ങളും അടങ്ങിക്കോളും. അവിടെയാണ്. അപ്പോൾ ഇപ്പൊ നമ്മള് ദേവി പ്രണാമ ദേവീഷ്ടകമൊക്കെ പഠിച്ചപ്പോൾ നമ്മുടെ മനസ്സ് ദേവന്മാര് ആണ്, അല്ല, ഇന്ദ്രിയങ്ങൾ ദേവന്മാരാണെന്നും, പിന്നെ മനസ്സിലുള്ള കാമക്രോധാദികളൊക്കെയാണ് ആസുരിക ഗുണങ്ങളെന്നും, അവരെ അടക്കാനാണ് നമ്മൾ ഈശ്വരനെ, ദേവീ ശക്തി ആരാധന ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ മനസ്സടങ്ങുമ്പോൾ ദമം വന്നുകൊള്ളും, ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അടങ്ങിക്കൊള്ളും. ഇനി അതിനുശേഷം വരുന്നൊരു ഗുണമാണ് ശമം, ദമ, ഉപരതി. ഉപരതി എന്ന് പറഞ്ഞാൽ മനസ്സ് ബാഹ്യേന്ദ്രിയ വൃത്തികളിൽ നിന്നും ആന്തരിക വൃത്തിയിലേക്ക് തിരിയുന്നതാണ്, വ്യാപിക്കുന്നതാണ്. പുറത്തുനിന്ന് ഓടി നടക്കുന്ന ദൃഷ്ടി കുറച്ചകത്തേക്കൊക്കെ ഒന്ന് തിരിക്കുന്നതാണ് ഉപരതി എന്ന് പറയുക. അത് പതുക്കെ പതുക്കെ, അത് ഋഷിമാര് നമ്മളോട് അങ്ങനെയാ, ഗുരുക്കന്മാര് പറഞ്ഞ ശനൈഹി ശനൈഹി ഉപരമേ, പതുക്കെ 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 അതിനെ അകമുഖമാക്കാനായിട്ട് ചെറിയൊരു ശ്രമം, ധ്യാനം, മെഡിറ്റേഷൻ, ഇതെല്ലാം ഒക്കെ കൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് ആത്മവസ്തുവിലേക്ക് ഒന്ന് ആ പ്രകാശാത്മകതയെ അനുഭവിക്കാനൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കുറച്ച്. അപ്പോൾ ബാഹ്യേന്ദ്രിയ വൃത്തി, അതായത് കണ്ണിങ്ങനെ കാഴ്ചകൾ തേടി തേടി വേണ്ടാത്തതെല്ലാം തേടി തേടി പോകും. ചെവി ഒരു ശബ്ദം കേട്ടാൽ പോലെ ഫോൺ, ഇത് മതിയാകത്തോണ്ട് ഫോൺ എടുത്ത് അടുത്ത ആളെ വിളിച്ചിട്ട് അതും കേൾക്കും. അത് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ വിളിക്കും, അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടണം നല്ലതാണോ? ആരെങ്കിലും തൃപ്തനാണോ? ഇവിടെ കേൾക്കണത് മുഴുവൻ അതൃപ്തിയുടെ സംഭാഷണങ്ങളാണ്. എത്ര സുഖഭോഗങ്ങളിൽ കഴിയുമ്പോഴും അവിടെ നിന്ന് വരുന്നത് അതൃപ്തിയുടെ വാക്കുകളാണ്. കാരണം ഈ സുഖഭോഗം ഒന്നുമല്ല അവരാഗ്രഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന യഥാർത്ഥ സുഖം ഈ ഭൗതിക വസ്തുക്കളിൽ നിന്ന് കിട്ടാതാകുന്നത് കൊണ്ടാണ് അങ്ങനെ പോകുന്നു എന്ന് പറയണത്, അല്ലേ? എത്ര സുഖഭോഗങ്ങളിൽ കിടക്കുമ്പോഴും അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. സംതിങ് ഡിഫറൻറ്റ്, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആരും ഇതിൽ തൃപ്തമാകാത്തത്. അപ്പോൾ ഇങ്ങനെ കണ്ണും മൂക്കും നാക്കും ത്വക്കും ചെവിയൊക്കെ വ്യത്യസ്തങ്ങളായ വാർത്തകൾ തേടിപ്പോവുകയും കാഴ്ചകൾ തേടിപ്പോവുകയും രുചികൾ തേടിപ്പോവുകയും സ്പർശങ്ങൾ തേടിപ്പോവുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ
അകമുഖമാക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ വിളിക്കുന്നില്ല, ഒരു എണ്ണം വിളിച്ചില്ല, മാറ്റി അല്ലേ? അങ്ങനെ നമ്മൾ പതുക്കെ 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 ഈ കേൾക്കണതിൽ നിന്നൊക്കെ ഇത്തിരി കുറക്കുക. അതുകൊണ്ടാണ് ഗുരു ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറഞ്ഞൊരു കൃതി തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതിനകത്ത് പറയുന്നുണ്ട്, അയ്യോ കിടന്നലയുമീ പുലയർക്കു നീയൻ മെയ്യോ കൊടുത്തു വിലയായി വിലസുന്നു മേലിൽ കയ്യൊന്നു തന്നു കരയേറ്റണമെന്നെ നീ പൊയ്യിങ്കൽ നിന്നു പുതുമേനി പുണർന്നിടാനായി. അവിടെ പുലയർ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയാണ്. ഈ ഇങ്ങനെ അലഞ്ഞടക്കുന്ന ഇന്ദ്രിയങ്ങൾക്കേ നീ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവന്ന വസ്തുക്കൾ അനുഭവിക്കാനായി, ദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട്, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ എൻ്റെ ഈ ശരീരം അങ്ങ് ഇട്ടു കൊടുത്തേക്കുക അല്ലേ? നിനക്കിതൊന്നും ഏക്കില്ലല്ലോ, നീ സർവ്വസാക്ഷി മാത്രമാണല്ലോ, അനുഭവിക്കുന്നത് ഈ ശരീരമാണല്ലോ. എന്നിട്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, കൈ ഒന്നിങ്ങ് തന്ന് എന്നെ ഈ പൊയ്യിൽ നിന്ന്, ഈ ഇല്ലായ്മയിൽ, ഈ ഇല്ലാത്ത അസത്യത്തിൽ നിന്ന് എന്നെ ഒന്ന് കരയേറ്റ് എന്ന് പിടിച്ച് കയറ്റൂ അല്ലേ? എന്തിനാ? പുതുമേനി പുണർന്നിടാനായി. ആ പരമസത്യത്തിലേക്ക് എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റൂ, ഈ പൊയ്യിലിട്ടിങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഗുരു കൃതികളിലുടനീളം നമ്മളോട് പറഞ്ഞു തരുന്നുമുണ്ട്. എന്നുവെച്ചാൽ ഭൗതിക ജീവിതം എല്ലാം വിട്ട് കാട്ടിൽ പോയി അല്ലെങ്കിൽ സന്യാസിയായി പോയി തപസ് ചെയ്യണമെന്നൊന്നുമല്ല. ഏതിരുന്നാലും, സന്യാസവൃത്തിയിലിരുന്നാലും, കാട്ടിൽ പോയിരുന്നാലും മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയില്ലെങ്കിൽ ആ വേഷം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അല്ലേ? അറിയേണ്ടത് അറിഞ്ഞാൽ ഒരു കാട്ടിലും പോകണ്ട, ഒരു തപസ്സിനും പോകണ്ട, ഒരു സന്യാസിയാവണ്ട. അറിയേണ്ടത് അറിഞ്ഞ് സുഖമായിട്ട്, ജനക മഹാരാജാവൊക്കെ ഇരുന്ന് അങ്ങനെയല്ലേ? ജനകൻ ഇരുന്ന് നല്ല യുദ്ധസമാനമായ യുദ്ധസേനയെ നയിക്കുമ്പോൾ പോലും ആ മനസ്സ് വല്ലാതെ അടങ്ങിയിരുന്നു, സത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഋഷിയായിരുന്നു കൊണ്ടാണ് പിന്നെ രാജാവായും കുടുംബ ഭർത്താവായും അച്ഛനായും ഒക്കെ ഇരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സടക്കണമെങ്കിൽ നമ്മുടെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് മറ്റേ ആശ്രമത്തിൽ പോകണമെന്നൊന്നുമില്ല. എവിടെ ഇരുന്നാലും മനസ്സിനെ സത്യം പറഞ്ഞ് പഠിപ്പിക്കുക. അതാണ് ലോകജീവിതത്തിലെ ശാന്തതയ്ക്ക് ഉപകരിക്കുന്നത്. അപ്പോൾ ഉപരതി വേണം. ബാഹ്യേന്ദ്രിയങ്ങളിൽ ഉഴലാതെ ആന്തരിക വൃത്തിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഉപനിഷത്തെ ആ പരാഞ്ചിക്കാനിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ പറയുന്നില്ല. അടുത്ത തിദിക്ഷ. ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. മനസ്സിന്റെ ഉള്ളിലേക്കൊക്കെ അടക്കിയാലും, അതായത് ജീവിതത്തിൽ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളുണ്ടല്ലോ, ആ സുഖദുഃഖങ്ങളെ ക്ഷമാപൂർവം അതിനെ സഹിക്കാനും അതുപോലെ തന്നെ അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുന്നതിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. കർമ്മവശാൽ വന്നു ചേരുന്ന ഓരോ ജീവിതാനുഭവങ്ങളും പ്രാരബ്ധവശാൽ എനിക്ക് വന്നു ചേരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പരാതികളും പരിഭവവും ഇല്ലാതെ അതിനെ അനുഭവിക്കുന്നതിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. തിദിക്ഷ ശീലിച്ചാൽ നമ്മൾ ആരോടും ഒരു പരാതിയും പറയില്ല. എത്ര വേദന വന്നാലും അങ്ങനെ പോകുന്നു എന്ന് പറയല്ലേ. അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മുടെ മനസ്സ് എത്ര നമ്മൾ സത്യത്തിൽ ആഴത്തിലുള്ള ഉറപ്പ് വേണം നമുക്ക് അല്ലേ? ഒരു പരാതിയില്ലാതെ എങ്ങനെയും കാണാം കേട്ടോ. ധാരാളം ആളുകളെ നമുക്ക് അങ്ങനെ കാണാം. എത്രയൊക്കെ മനസ്സിൽ ചങ്കു നുറുങ്ങുന്ന വേദന ഉണ്ടെങ്കിൽ പോലും ചിരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലേ? അപ്പൊ അതിനെയൊക്കെ തന്നിലേക്ക് വന്നു ചേരുന്നത് അനുഭവിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ക്രിയാകലാപങ്ങളില്ലാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, കണ്ണീരില്ലാതെ നമുക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളെയും സുഖങ്ങളെയും കേട്ടോ ക്ഷമാപൂർവം സഹിക്കുക. എന്നിട്ട് കർമ്മവശാല വന്നു ചേരുന്നതാണെന്ന് വിചാരിച്ച് സമാധാനിക്കുന്നതാണ് തിദിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും പരാതി പറയുമ്പോൾ നമ്മൾ ഓർക്കണം, തിദിക്ഷ വേണം, ആത്മാജ്ഞാനം കിട്ടണമെങ്കിൽ എന്ന് ഓർക്കുക. അതായത് ശീതോഷ്ണാദി സുഖദുഃഖാദി സഹിഷ്ണുത്വം തിദിക്ഷ. ശീതോഷ്ണാദി സുഖദുഃഖാദി സഹിഷ്ണുത്വം. ശീതമാണെങ്കിലും ഉഷ്ണമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അല്ലെ, ഇതിനെയൊക്കെ ഒരുപോലെ സഹിക്കാൻ പഠിക്കുന്നതിനെയാണ് നമ്മൾ തിദിക്ഷ എന്ന് പറയുന്നത്. അടുത്തതാണ് ശ്രദ്ധ. അപ്പോൾ ശമാധി ഷഡ്ക സമ്മതി ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുപദിഷ്ട വേദാന്ത വാക്യേഷു വിശ്വാസ ശ്രദ്ധ. ഗുരു ഉപദിഷ്ടമായ വേദാന്ത വാക്യങ്ങളിൽ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി പഠിക്കണം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും. കാരണം ഗുരുക്കന്മാർ അനുഭവശാലികളാണ്. അവരിതൊന്നും വായിച്ചു പഠിച്ചിട്ട് പറഞ്ഞു തരുന്നതല്ല, അനുഭവത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരണത്.
ശാസ്ത്രവും ഗുരുപദേശവും സത്യമാണെന്ന ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രവും ഗുരുക്കന്മാരുടെ ഉപദേശവും സത്യമാണെന്ന വിശ്വാസം. അതാണ് പറഞ്ഞത് ഗുരുപദിഷ്ട വേദാന്തവാക്യേഷു വിശ്വാസ ശ്രദ്ധ. അടുത്ത സമാധാനം. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണത് അല്ലെ. സമാധാനം എന്ന് പറഞ്ഞാൽ ചിത്ത ഏകാഗ്രത എന്ന് പറയും. ചിത്ത ഏകാഗ്രത മനസ്സിനെ പരബ്രഹ്മ ചിന്തയിലെ മനസ്സിനെയും ബുദ്ധിയെയും കേന്ദ്രീകരിച്ച് നിർത്തുന്നു. ആ ആത്മചിന്തയിലേക്ക് ബുദ്ധിയെയും മനസ്സിനെയും കേന്ദ്രീകരിച്ച് നിർത്തുന്നതാണ് സമാധാനം. നല്ല ഒരു സുഖം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇഷ്ടമുള്ള ഒരു ക്ഷേത്ര സന്നിധിയിലൊക്കെ നമ്മളിങ്ങനെ പോയിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു രൂപത്തെയൊക്കെ ആരാധന ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. നിർഗുണ ബ്രഹ്മത്തെ ആരാധന ചെയ്യുന്നവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അങ്ങനെ ആരാധന ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മൂർത്തികളുടെ അടുത്തൊക്കെ നമ്മൾ ഇത്ര നേരം ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴും നമുക്കൊരു സമാധാനം നമ്മൾ അറിയാതെ തന്നെ വന്നു പെടാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു ചിത്തത്തിന്റെ ഏകാഗ്രത. മൂർത്തിയിലാണെങ്കിലും ഉറപ്പിക്കാനാണ് ഗുരു. അതിനാണല്ലോ നമുക്ക് വിഗ്രഹങ്ങൾ തന്നത്. ആ മൂർത്തിയിലെ എങ്കിലും ഒരു സ്വാഭാവികമായിട്ടെങ്കിലും ഉപാസന ചെയ്ത് ആ ഏകാഗ്രത കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ല. അപ്പോൾ ആ മൂർത്തി പരബ്രഹ്മമാണെന്ന് ചിന്ത ചെയ്താൽ മതി. മൂർത്തി ആരാധന ചെയ്യേണ്ടെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ ഗുരു നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മളെ പോലെയുള്ള അജ്ഞാനികളായ ആളുകൾക്ക് പരമമായ സത്യത്തെ അറിയാൻ ഒരു ഉപാധി ആവശ്യമാണ്. ആ ഉപാധിയെ നമ്മൾ പരബ്രഹ്മ സ്വരൂപമായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ ചിത്തത്തിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട് ബുദ്ധിയെയും മനസ്സിനെയും ഒറ്റ വസ്തുവിൽ കേന്ദ്രീകരിച്ച് നിർത്തുന്നതാണ് സമാധാനം എന്ന് പറയുക. അടുത്ത മുമുക്ഷുത്വം. അപ്പോൾ ശമ ദമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം ശമാധി ഷഡ്ക സമ്പത്തി കഴിഞ്ഞു. അപ്പൊ ആദ്യം നിത്യാനിത്യ വസ്തു വിവേകം, രണ്ടാമത് ഇഹ അമുത്ര ഫലഭോഗ വിരാഗം, മൂന്നാമത്തെ ശമാധി ഷഡ്ക സാധന സമ്പത്തി, അടുത്ത നാലാമത്തെയാണ് മുമുക്ഷുത്വം കേട്ടോ. അതായത് എനിക്ക് മുക്തി വേണമെന്ന തീവ്രമായ ആഗ്രഹത്തിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയാം. എനിക്ക് മുക്തി വേണം, എനിക്കിനി ഇങ്ങനെ ഈ ജന്മാന്തരങ്ങളായിട്ട് ഈ ജനന മരണ പെരുങ്കടലിൽ കിടന്ന് ജനിച്ചും മരിച്ചും കഷ്ടപ്പെടാൻ വയ്യ അല്ലേ. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ മുക്തി വേണം. ആ മുക്തി വേണമെന്ന തീവ്രമായ ആഗ്രഹത്തിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയും. അപ്പൊ അതെന്താന്ന് വെച്ചാല് അജ്ഞാനത്താലെ സത്യമറിയാതെ ജീവിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബന്ധനങ്ങളിൽ നിന്നും അതിൽ നിന്നൊക്കെ മുക്തി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുക. അജ്ഞാനത്താൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കർമ്മബന്ധങ്ങളിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. 3 വിധത്തിലുണ്ട് മുമുക്ഷുത്വം. 1 മന്ദം, 2 മധ്യമം, 3 പ്രവൃദ്ധം എന്ന് പറയും. നമ്മളൊക്കെ മുമുക്ഷം ആഗ്രഹിക്കുന്നവരായിരിക്കാം മിക്കവാറും. മന്ദം, മധ്യമം, പ്രവൃദ്ധം. ഇതിന്റെ നിർവചനം പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് അവരവർ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് മുക്തി വേണമെന്ന തീവ്രമായ ആഗ്രഹമാണ്. അജ്ഞാനം വരുത്തി വെക്കുന്ന ആ ഒരു ഇരുട്ടിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടണമെന്ന ആഗ്രഹമാണ് മുമുക്ഷുത്വം. മോക്ഷേ ദീഹി അല്ലെ, മുക്തി വേണമെന്ന ആഗ്രഹത്തിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയും. അത് 3 തരം: മന്ദം, മധ്യമം, പ്രവൃദ്ധം. ഇനി മന്ദം എന്താന്ന് പറഞ്ഞാല് തുടക്കത്തില് സ്റ്റാർട്ടിങ് സജ്ജന സംസർഗം അല്ലെ, സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ നമുക്ക് ഇഷ്ടമാണ്. ഒരിക്കലും നമ്മള് ഈ ആധ്യാത്മികതയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബഹളക്കാരോടും നമുക്ക് സമാധാനം തരാത്തവരുടെ അടുത്ത് ഇരിക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പോൾ സജ്ജന സംസർഗം കൊണ്ടും അതുപോലെ ശ്രുതി ശ്രവണം, വേദവാക്യങ്ങളുടെയും അല്ലെങ്കിൽ അധ്യാത്മ തത്വങ്ങളുടെ ശ്രവണം കൊണ്ടുമൊക്കെ ഒരുവനിൽ മന്ദമായി ഉണ്ടാകുന്ന മുമുക്ഷുത്വമാണ്, പതുക്കെ ഉണ്ടാകുന്ന ഒരു മുമുക്ഷുത്വമാണ് മന്ദം എന്ന് പറയുന്നത്. പതുക്കെ വന്നു ചേരുന്ന മോക്ഷാഗ്രഹം. അതെങ്ങനെയാന്ന് വെച്ചാൽ സജ്ജനങ്ങളോട് കൂട്ടുകൂടുമ്പോൾ, ഇപ്പൊ നമ്മളൊരു സംസർഗത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ പഠിക്കുന്നവരും
ആത്മീയമായ വിചാരമുള്ളവരും ആകുമ്പോൾ ഒരു ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ. നേരെ മറിച്ച് ഒരു ബഹളത്തിൽ ജീവിക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ തോന്നും, വല്ലാതെ തോന്നും, നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് മതിയെ പോന്നാൽ മതിയെന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട് അല്ലേ? കാരണം നമ്മുടെ സമാധാനത്തിന് ഭംഗം സംഭവിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. മനസ്സിൻ്റെ അല്ലെങ്കിൽ ശാന്തത, ആത്മീയമായി കുറേയൊക്കെ സ്വസ്ഥത അനുഭവിച്ചു വരുന്ന നാം അശാന്തതയിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം മന്ദ എന്ന വിഭാഗത്തിൽ പെടുന്ന മുമുക്ഷുത്വമാണ് എന്താണ്? സജ്ജന സംസർഗം കൊണ്ടും പിന്നെ ആത്മതത്വ ശ്രവണം കൊണ്ടൊക്കെ ഒരുവനിൽ പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന മുമുക്ഷുത്വത്തിനെയാണ് മന്ദം എന്ന് പറയുന്നത്. ഇന്ദിര ടീച്ചർ കേൾക്കണുണ്ടോ? കേൾക്കണുണ്ട് ടീച്ചർ. എന്താണ് മന്ദം മുമുക്ഷുത്വം? മന്ദം തുടക്കത്തിൽ സജ്ജന സംസർഗം കൊണ്ടും പിന്നെ അതായത് ആത്മശ്രവണ തത്വം കൊണ്ടും അത് ഒരുവനിൽ ഉണ്ടാകുന്ന പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന മോക്ഷാഗ്രഹം. അപ്പൊ കണ്ടോ ടീച്ചറ് ഒത്തിരി നമ്മളെക്കാളൊക്കെ ഉയർന്ന തലത്തിൽ നിൽക്കണം. എന്ത് ശ്രദ്ധയാന്ന് നോക്കൂ. അടുത്തത് മധ്യമം കേട്ടോ. മന്ദം കഴിഞ്ഞു. ഇനി മധ്യമം എന്ന വിഭാഗത്തിൽ പെടുന്നവര് അല്ലെ, മുമുക്ഷുത്വത്തിന്റെ മധ്യമ വിഭാഗം എന്താണെന്ന് നോക്കാം. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ നോക്കുമ്പോൾ ഒന്നും സത്യമല്ല. ഇന്ന് കുറെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമൊക്കെ ഇപ്പൊ അവിടെ പോയി നമ്മൾ നോക്കിയാൽ അതിന്റെ ആകപ്പാടെ എല്ലാം മാറിയിട്ടുണ്ടാവും അല്ലെ. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന പലരും നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ സംസാരത്തിന്റെ ഗതിവിഗതികളെല്ലാം നന്നായി അറിയുന്ന ഒരാള് അങ്ങനെ അതിൽ നിന്ന് ഇതിൽ പെട്ടിങ്ങനെ കിടക്കുന്നത് ഒരിക്കലും സത്യമല്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു സാധകൻ ഗുരുവിനെ സമീപിക്കുമ്പോഴാണ് മധ്യമം അവസ്ഥയിലെത്തുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഭഗവത്ഗീത പഠിക്കണം, എനിക്ക് ഉപനിഷത്ത് പഠിക്കണം, എനിക്ക് ഗുരുകൃതി പഠിക്കണം, വേദാന്ത സൂത്രം പഠിക്കണം എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാ? നമുക്ക് പുറമേയുള്ള ശാസ്ത്രങ്ങളൊക്കെ എത്ര പഠിച്ചാലും അതെല്ലാം നമുക്ക് ഇരുട്ട് കൊണ്ടുവന്ന് തരുമെന്നല്ലാതെ ആത്മീയമായ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും അതൊന്നും ഫിസിക്സും കെമിസ്ട്രി എടുത്ത് വെച്ച് വായിച്ചാൽ കിട്ടുമോ? ഇല്ല അല്ലെ. ആത്മീയമായ പഠനമാണ് ഒരുവനെ ജീവിത ശാന്തതയിലേക്ക് ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ആത്മീയ വിദ്യ പകരാനായിട്ട് ഒരു ഗുരുവിനെ സമീപിക്കുന്ന ആ ഒരു അനുഭവത്തെയാണ് മധ്യമം എന്ന് പറയുക. അപ്പോൾ ഈ നശ്വരമായ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളെ കണ്ടിട്ട് ആ ദോഷങ്ങളിൽ നിന്ന് മോചിതനാകാനായിട്ട് സാധകൻ ഒരു ഗുരു സമീപത്തേക്ക് എത്തുന്ന അവസ്ഥയാണ് മധ്യമം. അങ്ങനെ അത് വിവേക ചൂടാമണിയൊക്കെ ശരിക്കും ബ്രഹ്മവിദ്യാ പഞ്ചമൊക്കെ പറയുന്നുണ്ടല്ലോ. നിത്യാനിത്യ വിവേകദോഹിനിതരാം നിർവേദമാപദ്യ അല്ലെ സദ്വിദ്വാനത്ര ശമാധിഷട്കലസിതഃ സ്യാത് മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യേ പ്രസന്നം ഗുരും പശ്ചേത് കോഹമിതം കുതോ ജഗതിരി സ്വാമിൻ വദത്വം പ്രഭോ അല്ലെ. സ്വാമി ഒന്ന് പറഞ്ഞതാ, എന്താണ് ഈ പ്രപഞ്ചം, ആരാണ് ഞാൻ ഗോവിന്ദനും ഗോപാലനും ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം ഇട്ട പേരാണ്. എൻ്റെ ശരിയായ സ്വരൂപം എന്താ, ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ശരിയായ തത്വം എന്താ, സ്വാമിൻ വദ ത്വം പ്രഭോ പറഞ്ഞിതാ എന്ന് പറയണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ ക്വാളിറ്റി വേണം. നിത്യാനിത്യ വിവേകം കൊണ്ട് നിതരാം നിർവേദം, വളരെ നന്നായി വിരക്തത വരണം. എന്നിട്ട് ആ സദ്വിദ്വാൻ ശമാധി ഷട്കലസിത, ശമദമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം ഇതൊക്കെ നേടിയിട്ട് മുക്തികാമഹ ഉണ്ട്. ഇവിടെ ഈ മുമുക്ഷുത്വം, ഈ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട്, ഈ ലോകത്ത് നിന്ന് മോചനം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പശ്ചാത് ബ്രഹ്മവിദുത്തമം, ബ്രഹ്മജ്ഞാനികളിൽ ഉത്തമനായ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആ ഒരു ഗുരുവിനെ, ഗുരു പറഞ്ഞ പോലെ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന ഒരു ഗുരുവിനെ, എന്താ പറയാ, മനുഷ്യരുടെ ധനവും സമ്പത്തും ഒക്കെ അടിച്ചു മാറ്റുന്ന ഗുരുക്കന്മാരുടെ അടുത്തല്ല പോകേണ്ടത്, ആത്മസാക്ഷാത്കൃതനായ ഗുരുവിന്റെ അടുത്താ പോകേണ്ടത്. ആ ഗുരു ഇല്ലെങ്കിൽ ഗുരുവിന്റെ കൃതിയാണ് നമ്മൾ ഗുരു എന്റെ ഉപദേശമായിട്ട് സ്വീകരിക്കേണ്ടത്. അവിടെ എവിടേക്കൊന്നും അല്ല പോകേണ്ടത്. അപ്പോൾ
ബ്രഹ്മവിദ് ഉത്തമം, ബ്രഹ്മവിത്തുക്കളിൽ ഉത്തമനായ ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് പ്രണതി നമസ്കരിക്കുന്നു അല്ലെ. സേവാദ്യൈഹി പ്രണാമങ്ങളും സേവകളൊക്കെ കൊണ്ട് ഗുരുവിനെ പ്രസന്നമാക്കിയിട്ട് പ്രച്ഛേദ് ചോദിക്കണം. ഗുരു തന്നെ എഴുതിയിരിക്കുന്നതാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. കോഹം, ഞാൻ ആരാ? കുതോ ജഗത്, ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? സ്വാമിൻ വദ ത്വം പ്രഭു, അല്ലെ, എനിക്ക് പറഞ്ഞു തരൂ ഗുരു എന്നിങ്ങനെ ചോദിക്കണം. അതുപോലെ ഇവിടെ പറയാണ്, ആ മധ്യമം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ സമീപിച്ചുകൊണ്ട് ഈ സംസാര ക്ലേശങ്ങൾക്കുള്ള പരിഹാരം ചോദിക്കുന്ന അവസ്ഥയ്ക്കാണ് മധ്യമം എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രവൃത്തം. ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, എനിക്കൊന്ന് പഠിക്കണം കേട്ടോ, ആത്മീയമായ കുറച്ച് അറിവിലേക്ക് വരണം 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 എന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നവരുണ്ട്, എത്ര വലിയ തിരക്കുകൾക്ക് ഇരിക്കുമ്പോഴും. അപ്പൊ അവരുടെ ഉള്ളിലിരുന്നൊരു ശക്തി സ്പന്ദിക്കുന്നുണ്ടാവും ഇതിനെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 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 എന്താ പറയുക, വാസന അവിടെ കിടപ്പുണ്ടാവും. അതാണ്. അടുത്തതാണ് പ്രവൃദ്ധം എന്ന് പറയും. പ്രവൃദ്ധം, മന്ദം, മധ്യമം, പ്രവൃദ്ധം. പ്രവൃദ്ധം എന്ന് പറഞ്ഞാൽ ഗുരു ഉപദേശത്താൽ. അപ്പൊ ഗുരു ഉപദേശിച്ചു കൊടുത്തു, എന്താണ് സത്യം, സത്യവസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരു ഉപദേശത്താലും വൈരാഗ്യത്താലും, അതായത് നശ്വരമായ വസ്തുക്കളോട് എപ്പോഴും നമുക്ക് വൈരാഗ്യത തന്നെയുണ്ട്, വൈരാഗ്യത്താലും മാനസികമായ ചാഞ്ചല്യമൊക്കെ ഒഴിവാക്കിയിട്ട് മോക്ഷം മാത്രം ലക്ഷ്യമാക്കുന്നതാണ് പ്രവൃത്തം. കുറേയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അടങ്ങുമല്ലോ. അപ്പോൾ ഇനി നമ്മളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിന് ശാന്തമായ സ്വസ്ഥത കിട്ടുന്ന കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ വ്യാപരിക്കുക. അശാന്തി എടുത്ത് വയ്ക്കാൻ പോകരുത്, അല്ലേ. ചില ആളുകളെ നമുക്ക് കാണാം, 70 വയസ്സായാലും 80 വയസ്സായാലും ഇനി എനിക്ക് അതും ഇതൊക്കെ ഡിഗ്രി എടുക്കണം, അതും ഇതൊക്കെ പഠിക്കണം, അല്ലേ. അതുകൊണ്ട് എന്താ ശാന്തതയ്ക്കുള്ള വക എന്തെങ്കിലും ആണോ എന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയ്ക്ക് ശാന്തതയുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കുറേയൊക്കെ നമ്മൾ നേടിയിരിക്കണം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് നിത്യാനിത്യ വസ്തു വിവേകം വരെ പറഞ്ഞു വെച്ചു, അല്ലേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സൂത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വാക്കുകൾ അത്രയും ഗുരുവിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.